എല്ലാ പിള്ളേരും വന്നേ, ആഹാരം റെഡിയാണ്. അമ്മ, ഇത്തിരി നേരം കൂടെ കളിക്കട്ടെ. ആണോ? ഞാൻ മട്ടർ പനീറാ ഉണ്ടാക്കിയത്. എന്ത്, മട്ടർ പനീറോ? വരൂ, വേഗം പോവാം. ഇന്ന് മട്ടർ പനീർ കഴിക്കാലോ. ഇതാണ് മമതയുടെ മോഹന്റെയും 3 പിള്ളേര്. മൂത്തത് സിയ, നടുക്കത്ത് ദിയ, ഏറ്റവും ചെറുത് റിയ. മോഹന്റെ അനിയൻ സോഹൻ, ഭാര്യ സവിത അവരുടെ കൂടെയാണ് താമസിക്കുന്നത്. സോഹന് സവിതയുടെ ഒരു മോനുണ്ടായിരുന്നു. അവന്റെ പേര് കിഷൻ എന്നാണ്. ഈ 4 പേരുടെ ശബ്ദം, കളി, ചിരി എല്ലാം നിറഞ്ഞിരുന്നു ആ വീട്ടിൽ. ആ ദിവസവും 4 പിള്ളേർ ഒരുമിച്ച് കളിക്കുകയായിരുന്നു. കൂട്ടത്തിൽ ആഹാരം കഴിക്കുകയായിരുന്നു. അമ്മേ, എനിക്കൊരു അനിയനെ വേണം. എന്താ പറഞ്ഞത്? ഒരു അനിയനെ വേണമെന്ന്. പക്ഷെ എന്തിനാ? കാരണം എൻ്റെ ഈ 3 ചേച്ചിമാരും എപ്പോഴും എന്നെ ഇങ്ങനെ പരിചരിച്ചുകൊണ്ടേയിരിക്കും. എനിക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടമല്ല. എനിക്കൊരു അനിയനുണ്ടായിരുന്നെങ്കിൽ അവനോടൊപ്പം എനിക്ക് ക്രിക്കറ്റ് കളിക്കാമായിരുന്നു. ശരി ശരി, നീ ദേഷ്യപ്പെടണ്ട. ആഹാരം കഴിച്ചിട്ട് ഞങ്ങൾ നിന്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാം. സന്തോഷായോ? സന്തോഷം തന്നെ, പക്ഷേ ഇന്ന് തന്നെ കളിക്കണം. ആ, കളിക്കാം. ആഹാരം കഴിക്ക്. അങ്ങനെ വർഷങ്ങൾ നീണ്ടുപോയി. 4 പിള്ളേരും വലിയവരായി. ഒരു ദിവസം മോഹൻ ഓടി ഓടി വീട്ടിൽ വന്നു. കയ്യിൽ മധുരപലഹാരം ഉണ്ടായിരുന്നു. സിയ, മമത, മോഹൻ, എല്ലാവരും പെട്ടെന്നൊന്ന് പുറത്തേക്ക് വന്നേ. എന്തു പറ്റീന്നേ? അച്ഛാ, എന്റെ റിസൾട്ട് എങ്ങനെയുണ്ട്? എൻ്റെ മോൾ ഈ ജില്ലയിൽ തന്നെ ടോപ്പാണ്. ആഹാ, എന്റെ പൊന്നു മോള്. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷായി. മോഹനും മമതയ്ക്കും ഭയങ്കര സന്തോഷമായി ആ കാര്യത്തിൽ. പക്ഷെ സവിതയ്ക്ക് അത്ര സന്തോഷമൊന്നും ഉണ്ടായില്ല ആ കാര്യത്തിൽ. മമതയും സവിതയും ആഹാരം ഉണ്ടാക്കുകയായിരുന്നു ആ വൈകുന്നേരം. സിയയും അവരുടെ കൂടെ സഹായിക്കുകയായിരുന്നു അടുക്കളയിൽ. അപ്പോൾ, ചേട്ടത്തി, സിയ 12ാം ക്ലാസ്സും പാസ്സായല്ലോ. ഇനി എന്താ ആലോചിക്കണേ? കല്യാണം നടത്തണ്ടേ? എന്താ ഇപ്പോഴേ കല്യാണോ? ചിറ്റമ്മ, ഞാൻ ഇനിയും പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഓ, പഠിച്ചിട്ടൊക്കെ ഇനി എന്തിനാ? 12 വരെ പഠിച്ചില്ലേ, അത് പോരെ. ഇനിയിപ്പോ നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിക്കാം. എന്നിട്ട് ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. ഇല്ല സവിത, അവൾക്ക് പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ അത് തന്നെ നടക്കട്ടെ അങ്ങോട്ട്. അയ്യോ ചേട്ടത്തി, ഇനി എങ്ങനെ പഠിപ്പിക്കാനാന്നേ? നോക്കിക്കേ, നമ്മുടെ ഗ്രാമത്തിലൊരു കോളേജ് പോലും ഇല്ല. ഇനി നഗരത്തിലോട്ട് വിടാനാണെങ്കിൽ പോയേ. അവിടെ ചെന്ന് പിള്ളേരൊക്കെ വഴിതെറ്റൂന്നേ. അവിടെ ചെന്ന് എന്തെങ്കിലും പണി ഒപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള മാനം പോകും. ചിറ്റമ്മ, അപ്പോ കിഷനെയും 12ാം ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ ഇരുത്തുവോ? എടി പൊട്ടി, അവൻ ആൺകുട്ടിയാ. അവൻ പഠിച്ചില്ലെങ്കിൽ പിന്നെ മുമ്പോട്ട് എങ്ങനെ ജീവിക്കണേ? അത് തന്നെയല്ലേ ഞാനും പറയുന്നേ. ഞാനും എന്റെ സഹോദരികളും മുമ്പോട്ട് പഠിച്ചില്ലെങ്കിൽ ജീവിതം എന്തിനാ ശരിക്കും? സിയ പറഞ്ഞ കാര്യം കേട്ട് സവിതയ്ക്ക് ഒന്നും മിണ്ടാനില്ല. കാര്യം വഷളാവണേന് മുമ്പ് സവിത അപ്പോഴത്തേക്ക് അവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞു. അതിനുശേഷം സവിത സിയോടും മമതയോടും ശരിക്കും മിണ്ടുന്നില്ല. കുറച്ചു കഴിഞ്ഞ് മുമ്പോട്ട് പഠിക്കാൻ സിയ നഗരത്തിലേക്ക് പോയി. വീട്ടിൽ ദിയേം റിയേം നല്ല മാർക്കോടെ ജയിച്ചു. എന്നാൽ കിഷൻ തോറ്റു ജയിച്ചു എന്ന് പറയാം. വീട്ടിലിനി 3 പിള്ളേരേ ഉള്ളൂ. ചേച്ചിയെപ്പോലെ 2 സഹോദരികളും നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. കിഷനാണെങ്കിൽ കൂട്ടുകാരോടൊപ്പം വഷളാവാനും തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ നീണ്ടുപോയി. എന്നിട്ടൊരു ദിവസം, അതേനേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ, പറഞ്ഞു, എന്തു പറ്റി? ഞാനിന്ന് ചേട്ടത്തിയായിട്ട് ഉടക്കി. മമത ചേച്ചിയോടോ? എന്തിന്? അവര് പറയുവാ കിഷനെ നോക്കി വളർത്താൻ. അവനിപ്പോ ഒന്നും പഠിക്കുന്നില്ല, സൂക്ഷിക്കണമെന്ന്. അതെ, എന്റെ മകനാ. എന്തിനാ അവരീ കാര്യത്തിൽ ഇടപെടണേ? നീ എന്താ പറയാൻ വന്നെന്ന് പറ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടുന്ന് നഗരത്തിലോട്ട് പോവാം. അവിടെ മതി. എനിക്ക് മതിയായി ചേട്ടത്തിയോട് ഇങ്ങനെ വഴക്കിട്ട്. ശരി. മമത കിഷന്റെ നല്ല കാര്യത്തിനാണ് പറഞ്ഞത്. പക്ഷെ സവിതയ്ക്ക് അതിഷ്ടമായില്ല. എന്നിട്ട് ഭർത്താവിനെയും മോനെയും കൊണ്ട് നഗരത്തിൽ താമസിക്കാൻ പോയി. മമതയും മോഹനും കുറെ പറഞ്ഞു നോക്കി. അവര് കേട്ടില്ല. നഗരത്തിലെത്തിയപ്പോ കിഷൻ ഒന്നുകൂടെ വഷളായി. അവിടെ ചെന്ന് ചീത്ത കൂട്ടുകെട്ടും കിട്ടി ഡ്രഗ്സിന് അടിമയായി. 2 വർഷങ്ങൾക്ക് ശേഷം, മോഹൻ ചേട്ടാ, എനിക്ക് നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ ആവശ്യമുണ്ട്. എന്തു പറ്റി? ചേട്ടാ, നമ്മുടെ കിഷൻ മയക്കുമരുന്നിന് അടിമയായിരിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഏതോ ഗുണ്ടയുടെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങാൻ തുടങ്ങി. ഇപ്പോൾ ഗുണ്ട കിഷനെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. മയക്കുമരുന്നിന് 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരിക്കുന്നു. എനിക്ക് പൈസ തരൂ ചേട്ടാ. എന്റെ ഓഹരി വേണമെങ്കിൽ ചേട്ടൻ എടുത്തോ. ഞാൻ കൈ കൂപ്പി ചോദിക്കുകയാണ്. അല്ല, നിങ്ങളിങ്ങനെ വിഷമിക്കാതെ. ഞാനൊന്ന് നോക്കട്ടെ, എല്ലാം ശരിയാവും. ഫോണിൽ സവിതയും സോഹനും കരയുകയായിരുന്നു. അവര് കിഷനെ ഓർത്ത് വിഷമിച്ചു. അപ്പുറത്ത് മോഹൻ ആരൊക്കെയോ വിളിക്കുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അവരുടെ വീടിന്റെ മുമ്പിൽ ഒരു പോലീസ് കാറ് വന്നു. അതിൽ നിന്നും പോലീസിന്റെ വേഷമിട്ട് മിന്നിത്തിളങ്ങി വരുന്ന സിയ. അവളിപ്പോ പോലീസ് ഇൻസ്പെക്ടറാണ്. അവളെ കണ്ടതോടെ, സിയ ചേച്ചി, നിങ്ങള് ഇൻസ്പെക്ടറാണോ? എന്താ അനിയ, എന്തുണ്ട്? ഒട്ടും വിഷമിക്കണ്ട, നിന്റെ ചേച്ചി വന്നിട്ടുണ്ട് നിന്നെ രക്ഷപ്പെടുത്താൻ.
സിയയുടെ കൂടെ വന്ന പോലീസ് ഇൻസ്പെക്ടർ എല്ലാം ആ ഗുണ്ടകളെ പിടിക്കുകയും ചെയ്തു. അവിടുന്ന് ഒരുപാട് ഡ്രഗ്സും പൈസയും കിട്ടി. സിയ കിഷനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്നു. അവിടെ മോഹൻ, മമത, സവിത, സോഹൻ എല്ലാം കാത്തിരിക്കുമായിരുന്നു. അവിടെ വച്ച് സിയനെ കണ്ടപ്പോ സോഹന്റെയും സവിതയുടെയും കണ്ണു തള്ളിപ്പോയി. അച്ഛാ, അമ്മേ, നോക്കൂ, സിയ ചേച്ചി എന്നെ രക്ഷിച്ചത്. ചേച്ചി പോലീസ് ഇൻസ്പെക്ടറായി മമ്മി. സവിത വിഷമത്തോടെ സിയയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് കൈകൂപ്പി നിന്നു. എന്നോട് ക്ഷമിക്കും മോളെ, ഞാൻ തെറ്റാ പറഞ്ഞത്. എന്റെ ചിന്തകളെ തെറ്റാ. നീയും നിന്റെ മാതാപിതാക്കളും തെളിയിച്ചു പെണ്ണെന്നോ ആണെന്നോ ഒന്നും വ്യത്യാസമില്ല. വ്യത്യാസമൊക്കെ വളർത്തുന്നതിലാണ്. ସକାଳୁ ରେଖା 3 ଥର ହଲୱା ତିଆରି କରି ଦେଖି ସାରିଥିଲା, କିନ୍ତୁ ହଲୱା ତାପରେ ବି ପରଫେକ୍ଟ ହଉନଥିଲା। ରେଖା ଜୋରରେ ରାଗିଗଲା। କଣ ମମି, ଇଏ ହଲୱା ମୋ ଦ୍ୱାରା ହଉନି ଜମାରୁ। ମୁଁ ଆଉ ବନେଇବିନି। ସକାଳୁ 3 ଥର ଟ୍ରାଏ କରିସାରିଲେଣି। କେବେ ଘିଅ କମ୍ ହେଇଯାଉଛି ତ କେବେ ଚିନି କମ୍ ହେଇଯାଉଛି। ଏବେ ଦେଖ ପୁରା ପାଣିଆ ହେଇଗଲାଣି। ରେଖା, ପୂର୍ବ ଗୋଟିଏ ସପ୍ତାହରୁ ମୁଁ ତତେ ଶିଖଉଛି, କିନ୍ତୁ ଯେତେବେଳେ ଖାଦ୍ୟ ସାମଗ୍ରୀ ମାପିବୁ ସେତେବେଳେ ଜଣା ନାହିଁ ତ ଧ୍ୟାନ କୋଉଠି ଥାଏ। ସୋସିଆଲ ମିଡିଆରେ ଦେଖିଲା ପରେ ବି ଶିଖୁନୁ। ଖାଲି ଗୋଟେ ଜିନିଷ ହେଇପାରିବ, ଯାଦୁ। ଯଦି ବାହା ହେଇକି ଗଲୁ ତାହେଲେ ଯାଦୁ କାମ ଦବ, କିନ୍ତୁ ତୋ ଶାଶୁ ତ ମତେ ଖୁଣ୍ଟା ମାରିବ। ସେ ଝିଅକୁ କିଛି ବି ଶିକ୍ଷା ଦିଆହେଇନି। ମମି, ହୋପ୍ କରୁଛି ମତେ ଏମିତି କିଛି ମ୍ୟାଜିକାଲ ଜିନିଷ ହିଁ ମିଳିଯାଉ, ଯେମିତି ମ୍ୟାଜିକରେ ହଲୱା ହେଇଯାଉ। ଯଦି ଯାଦୁରେ ସବୁ ରୋଷେଇ ହୁଅନ୍ତା ତ ମା ଦିନ ସାରା ରୋଷେଇ ଘରେ ରୁହନ୍ତାନି, ଆଉ ମ୍ୟାଜିକରେ ହିଁ ଖାଇବା ତିଆରି ହେଇଥାନ୍ତା। ଏଗୁଡ଼ା ସବୁ କାହାଣୀରେ ହୁଏ, ସତରେ ଏଇସବୁ ଜିନିଷ ଜମାରୁ ହୁଏନି, ପରିଶ୍ରମ କରିବାକୁ ପଡେ। କିନ୍ତୁ ରେଖା ମନରେ ତାହା ଘର କରିନେଲା। 15 ଦିନ ପରେ ତାର ବାହାଘର ଥିଲା, ଆଉ ତା ଶାଶୁ ଆଗରୁ ହିଁ କହିଦେଇଥିଲା ନୂଆ ବୋହୂ ହାତରୁ ସବୁଠୁ ପ୍ରଥମେ ହଲୱା ତିଆରି ହବ। ରେଖା ଏବେ ଏଇ ଚିନ୍ତାରେ ପଡ଼ିଗଲା କି କାଳେ କୌଣସି ଯାଦୁରେ ସେ ହଲୱା ତିଆରି କରିବ। ଶୀତ ଦିନ ଥିଲା। ରେଖା ଦିନେ ବଜାରରୁ ବାହାଘର ସପିଂ କରି ଆସୁଥିଲା। ସେ ନିଜ ମମିକୁ କହିଲା, ମମି, ଘରର ସବୁ କାମ ହେଇଯାଇଛି, ତମେ ଏଇ ପଲିଥିନ୍ ନେଇକି ସବୁ ଘରକୁ ଯାଅ। ମୁଁ ଟିକେ ଶୀତଲ ଘରୁ ଚାଲି ଆସେ। ତା ଘରୁ ମୋ ମେକଅପ୍ କିଟ୍ ନେବାର ଥିଲା ତ ସେ କିଛି ଜିନିଷ ଅନଲାଇନ୍ ବି ମଗେଇଥିଲା। ସନ୍ଧ୍ୟାବେଳେ ଅଧିକ ଥଣ୍ଡାରେ ବୁଲିବନି, ନହେଲେ ଦେହ ଖରାପ ହବ। ଆଉ ଏମିତିରେ ବି ମୋ ବାହାଘର ଆସିଲେ ତମେ ହିଁ ଖଟିବ, ବୁଝିଲ? ହଁ, ତୁ ଠିକ୍ କହୁଛୁ, ଜଲ୍ଦି ପଳେଇ ଆସିବୁ। ଠିକ୍ ଅଛି ମମି, ତୁ ଶାନ୍ତିରେ ଘରକୁ ଯା, ମୁଁ ଅନ୍ୟ ରିକ୍ସା ନେଇଯିବି। କେତେ ଥଣ୍ଡା ଲାଗୁଛି। ଆଜି ବୋଧେ ବହୁତ ଥଣ୍ଡା ଦିନ, ଆଉ ଥଣ୍ଡା ପବନ ବି ଦଉଛି। ମୋ ପାଖରେ ଗରମ ଶଲ୍ ଅଛି, ତାକୁ ଘୋଡ଼ାଇ ପକାଏ। ରେଖା ଶଲ୍ ନେଇ ନିଜକୁ ଘୋଡ଼ଉଥିଲା ଯେ ତେବେ ସାମ୍ନାରେ ଗୋଟିଏ ଗଛ ତଳେ ଥଣ୍ଡାରେ ଥରୁଥିବା ଗୋଟିଏ ବୁଢ଼ୀ ସ୍ତ୍ରୀ ଲୋକ ଉପରେ ପଡ଼ିଲା। ଆଖପାଖରେ ଲୋକ ଯାଉଥିଲେ, କିନ୍ତୁ କେହି ବି ସେ ବୁଢ଼ୀ ସ୍ତ୍ରୀ ଲୋକକୁ ଅନଉନଥିଲେ। ରେଖା ସେଇ ସ୍ତ୍ରୀ ଲୋକର ପାଖକୁ ଗଲା। ମାଉସୀ, ଥଣ୍ଡା ଏତେ ଜୋରରେ ବଢ଼ିଛି, ତମେ କ'ଣ କରୁଛ? ଗରମ କପଡ଼ା କାଇଁ? ନା ଝିଅ, ମୁଁ ବହୁତ ଗରିବ, ମୋ ପାଖରେ ଗରମ କପଡ଼ା ନାହିଁ ପିନ୍ଧିବାକୁ। ହଉ ମାଉସୀ, ନିଅ, ଏଇଥିରେ ଗରମ କପଡ଼ା ଅଛି, ଆଉ ଶଲ୍ ବି ଅଛି, ତମର କାମ ଲାଗିବ। ତମେ ଏଇଟା ପିନ୍ଧ, ମୁଁ ସେତିକି ଭିତରେ ସାମ୍ନା ଦୋକାନରୁ କିଛି ଖାଇବା ପିଇବା ଜିନିଷ ନେଇ ଆସେ। ସେ ବୁଢ଼ୀ ଗରମ କପଡ଼ା ପିନ୍ଧିଦେଲା। ଏତିକିରେ ରେଖା ତା ପାଇଁ ଖାଇବା ପିଇବା ଜିନିଷ ନେଇ ଆସିଲା। ବୁଢ଼ୀ ସ୍ତ୍ରୀ ଲୋକ ବହୁତ ଖୁସି ହେଲା। ଝିଅ, ତୁ ବହୁତ ଭଲ, ନହେଲେ ଆଜିକାଲି ଦୁନିଆରେ କିଏ ବା କାହିଁକି କୋଉ ଗରିବର ଏତେ ସାହାଯ୍ୟ କାହିଁ କରିବ? ଦେଖୁ ଦେଖୁ ସେଇ ବୁଢ଼ୀ ସ୍ତ୍ରୀ ଲୋକ ଗୋଟିଏ ସୁନ୍ଦର ପରୀରେ ବଦଳିଗଲା। ଡରନି, ମୋ ନାଁ ହେଉଛି ନୀଲମ ପରୀ। ମୋତେ ପୃଥିବୀ ପୃଷ୍ଠରେ ଗୋଟିଏ ବୁଢ଼ୀ ରୂପରେ ଚଳିବାର ଦଣ୍ଡ ମିଳିଥିଲା। ମୁଁ ପରୀଲୋକରେ ଗୋଟିଏ ବୁଢ଼ୀ ପରୀର ବହୁତ ଥଟ୍ଟା କରିଥିଲି, ସେଥିପାଇଁ ସିଏ ମୋତେ ଦଣ୍ଡ ଦେଇଥିଲେ। ସେମାନେ ଅଭିଶାପ ଦେଇଥିଲେ ଯେ ପୃଥିବୀ ପୃଷ୍ଠରେ ମୁଁ ଗୋଟେ ଗରିବ ବୁଢ଼ୀ ହେଇକି କଷ୍ଟ ପାଏ। ଯେପର୍ଯ୍ୟନ୍ତ ସ୍ୱଇଚ୍ଛାରେ କିଏ ମୋତେ ସାହାଯ୍ୟ କରିବନି, ଆଉ ଦୟାଳୁ ମଣିଷ ଯେପର୍ଯ୍ୟନ୍ତ ସାହାଯ୍ୟ ନ କରିପାରିବ, ତେବେ ହିଁ ମୁଁ ପୂର୍ବ ରୂପକୁ ଆସିବି। ପୂର୍ବ 3 ଦିନ ହେଲା କେହି ସାହାଯ୍ୟ କରୁନଥିଲେ, ଆଉ ଆଜି ତମେ ମୋର ସାହାଯ୍ୟ କଲ। ସେଥିପାଇଁ ଆଜି ମୁଁ ପରଲୋକ ଫେରିଯିବି, ଆଉ ଯିବା ପୂର୍ବରୁ ମୁଁ ତମକୁ କିଛି ଦେବାକୁ ଚାହୁଁଛି। ମାଗ ମତେ, ତମେ କ'ଣ ଚାହୁଁଛ ମୋଠୁ? ନୀଲମ ପରୀ, ମୋର ତ କେବଳ ଗୋଟିଏ ଅସୁବିଧା। 2 ଦିନ ପରେ ହେଉଛି ମୋର ବାହାଘର। ମତେ ହଲୱା ତିଆରି କରି ଆସେନି। ଆପଣଙ୍କ ପାଖରେ କିଛି ଉପାୟ ଅଛି ଯୋଉଦ୍ୱାରା ଯାଦୁଇ ହଲୱା ତିଆରି ହବ, ଆଉ ଶାଶୁଘରେ ମୋର ପ୍ରଶଂସା ହଉ? ଆଚ୍ଛା, ତ ଏହି କଥା। ରୁହ। ନୀଲମ ପରୀ ପବନରେ ବାଡ଼ି ବୁଲେଇଲା। ଏଇ ନିଅ ଯାଦୁଇ ଚିନି। ଯେତେବେଳେ ବି ତମେ ହଲୱା ତିଆରି କରିବ, ସେଥିରେ ଏଇ ଚିନିକୁ ବ୍ୟବହାର କରିବ। ଚିନି ମିଶାଇବା ପରେ ସ୍ୱାଦିଷ୍ଟ ହଲୱା ତିଆରି ହେଇଯିବ। ଥ୍ୟାଙ୍କ ୟୁ ସୋ ମଚ୍ ନୀଲମ ପରୀ, ଆଜି ତମେ ମୋର ବହୁତ ବଡ଼ ହେଲ୍ପ କରିଦେଲ। ନୀଲମ ପରୀଠାରୁ ଚିନି ନେଇ ରେଖା ଘରକୁ ଗଲା। ଚୁପଚାପ ସେଇ ଚିନି ପୁଟୁଳିକୁ ନିଜ ଆଟାଚ୍ ଭିତରେ ସେ ରଖିଦେଲା। 2 ଦିନ ପରେ ଧୁମଧାମରେ ରେଖାର ବାହାଘର ବିନୟ ନାମକ ପୁଅ ସହିତ ହୋଇଗଲା। ଦେଖ ବୋହୁମା, ତମର ବଡ଼ ଯା ପ୍ରଥମ ଦିନ ବହୁତ ସ୍ୱାଦିଷ୍ଟ ହାଲୁଆ ତିଆରି କରିଥିଲେ। ସେଇଦିନ ବର୍ଷା ଆମ ସମସ୍ତଙ୍କ ମନ ଜିତିନେଲା।
ଆଉ ଆଜି ସମସ୍ତଙ୍କ ପାଇଁ ତତେ ବି ସ୍ୱାଦିଷ୍ଟ ହାଲୁଆ ତିଆରି କରିବାର ଅଛି। ନୀଲମ ପରି ଦେଇଥିବା ସେଇ ଚିନିରେ ହାଲୁଆ ତିଆରି କରିଦଉଛି। ଯାଦୁଇ ହାଲୁଆ ଖାଇ ସମସ୍ତେ ମୋର ବହୁତ ପ୍ରଶଂସା କରିବେ। ରେଖା ନୀଲମ ପରି ଦେଇଥିବା ଚିନି ଯେମିତି ହିଁ ହାଲୁଆରେ ମିଶେଇ ଦେଲା, ହାଲୁଆ ରେଡି ହେଇଗଲା। ହାଲୁଆ ଖାଇକି ସମସ୍ତେ ବହୁତ ପ୍ରଶଂସା କଲେ, କାହିଁକିନା ଯାଦୁଇ ହାଲୁଆ ସବୁଠୁ ସ୍ୱାଦିଷ୍ଟ ହୋଇଥିଲା। ରେଖାର ଏତେ ପ୍ରଶଂସା ଦେଖି ତା ବଡ଼ଜା ପୁରା ରାଗି ଯାଉଥିଲା। ହେଇଟି ଶୁଣୁଛ, ଆମ ସାନ ବୋହୂ ଆମ ବଡ଼ ବୋହୂମାଠାରୁ ବି ବଢ଼ିଆ ହାଲୁଆ ବନଉଛି। ଏବେ ବୋହୂକୁ ଟଙ୍କା ଦେଇଦିଅ। ହଁ ରେଖା ବୋହୂ, ତମେ ଆଜି ବହୁତ ସ୍ୱାଦିଷ୍ଟ ହାଲୁଆ ତିଆରି କରିଥିଲ। ସମସ୍ତଙ୍କ ମୁହଁରେ କେବଳ ତମରି ହାଲୁଆର ପ୍ରଶଂସା ଥିଲା। କାଲି ଘରେ ମହାପୂଜା ଅଛି, ଆଉ ମୁଁ ଚାହୁଁଛି ରେଖା ବୋହୂ ହାଲୁଆ ତୁ ତିଆରି କର। ବଡ଼ ବୋହୂ ପୁରୀ ତରକାରୀ ବନେଇଦବ। ତମ ବାହାଘର ପରେ କୁଳଗୁରୁ ପ୍ରଥମ ଥର ପାଇଁ ଘରକୁ ଆସୁଛନ୍ତି, ତାଙ୍କ ସ୍ୱାଗତ ଭଲରେ କରାଯାଉ। ଆଉ ଆମ ଘରର ରୀତିନୀତି ହିସାବରେ କୁଳଗୁରୁଙ୍କୁ ସର୍ବପ୍ରଥମେ ଆମ ଘରେ ନୂଆ ବୋହୂ ହାତର ହାଲୁଆ ହିଁ ଦିଆଯାଏ। ଠିକ୍ ଅଛି ମା, ମୁଁ ବନେଇଦେବି। ଆଟାଚରୁ ଚିନିର ପୁଟୁଳି ସେ କାଢୁଥିଲା, ସେତେବେଳେ ତା ବଡ଼ଜା ତାକୁ ଦେଖିଦେଲା। ଏଇ ଚିନି ତ ମୋ ପାଇଁ ବହୁତ ଲକି। ଆଉ ଯଦି ଏ ଚିନି ନଥାନ୍ତା ମୁଁ ସ୍ୱାଦିଷ୍ଟ ହାଲୁଆ କେମିତି ବନେଇଥାନ୍ତି? ଆଉ ସବୁଠୁ ଭଲ କଥା, ଏ ପୁଟୁଳିରୁ ମୁଁ ଯେତିକି ଚିନି କାଢୁଛି ସେତିକି ଆପେ ଆପେ ଭରି ହଉଛି। ଏଇ ସବୁ ନୀଲମ ପରୀର ଯାଦୁର କମାଲ। ଆଚ୍ଛା, ତାହେଲେ ଏଇ କଥା। ଏଇ ରେଖା ତ ହାଲୁଆରେ ଏଇ ଚିନି ବ୍ୟବହାର କରୁଛି, ନହେଲେ ତାର ସ୍ୱାଦିଷ୍ଟ ହାଲୁଆ ହଉଛି କେମିତି? ମୁଁ ଦେଖିବି କାଲି ସେ ହାଲୁଆ କେମିତି ବନେଇବ। ତା ପରଦିନ ପୂଜା ପାଇଁ ସେ ହାଲୁଆ ତିଆରି କରିବାକୁ ଯାଉଥିଲା। ଯେତେବେଳେ ସେ ଆଟାଚଟିକୁ ଦେଖିଲା, ଚିନିର ପୁଟୁଳି ନଥିଲା। ସେ ଚିନ୍ତିତ ହୋଇପଡ଼ିଲା। ରେଖା କାନ୍ଦିବା ଆରମ୍ଭ କଲା। ସେ କିଛି ବୁଝିପାରୁନଥିଲା, କିନ୍ତୁ ତାକୁ ହାଲୁଆ ବନେଇବା ବି ଜରୁରୀ ଥିଲା, କାହିଁକିନା ତା ଶାଶୁ ତାକୁ ବାରମ୍ବାର ଡାକୁଥିଲା। ରେଖାକୁ ହାଲୁଆ ତିଆରି କରିବାର ଅଭ୍ୟାସ ପଡ଼ିଯାଇଥିଲା। ସେ ନିଜ ବୁଦ୍ଧିରେ ସବୁ ସାମଗ୍ରୀ ପକେଇ ସେ ହାଲୁଆ ତିଆରି କଲା। କୁଳଗୁରୁ ହାଲୁଆର ବହୁତ ପ୍ରଶଂସା କଲେ। ଏହା ଦେଖି ରେଖା ଆଚମ୍ବିତ ହୋଇପଡ଼ିଲା। ମୁଁ ତ ଏଇଥରକ ନୀଲମ ପରି ଦେଇଥିବା ଚିନି ହାଲୁଆରେ ପକେଇ ହିଁ ନାହିଁ, ଆଉ ଏତେ ସ୍ୱାଦିଷ୍ଟ କେମିତି ହେଇଗଲା? ଏଇଟା କେମିତି ସମ୍ଭବ? ମୁଁ ତ ଚିନିର ପୁଟୁଳି ଲୁଚେଇ ଦେଇଥିଲି। ଏ ପୂର୍ବ ପରି ସ୍ୱାଦିଷ୍ଟ କେମିତି ହାଲୁଆ ତିଆରି କରିଦେଲା? ତେବେ ରେଖା ସାମ୍ନାରେ ନୀଲମ ପରି ପ୍ରକଟ ହେଲେ। ରେଖା, ଚିନ୍ତା କରିବା ଜମାରୁ ଦରକାର ନାହିଁ। ଚିନି ପୁଟୁଳି ତ ବଡ଼ଜା ରଖିଛି, ଆଉ କୁଆଡ଼େ ଲୁଚେଇ ଦେଇଛନ୍ତି। କିନ୍ତୁ ତମେ ଜାଣିନ, ବାରମ୍ବାର ହାଲୁଆ ତିଆରି ଅଭ୍ୟାସ ପାଇଁ ଏବେ ତମେ ନିଜେ ହିଁ ସ୍ୱାଦିଷ୍ଟ ହାଲୁଆ ତିଆରି କରୁଛ। ଗୋଟେ ଲୋକ ଯେତେବେଳେ ନିଜ କାମକୁ ଅଭ୍ୟାସ କରେ, ସେ ସେଇ କାମରେ ନିପୁଣ ହୋଇଯାଏ। ଯେମିତି ଏବେ ତମେ ହେଇଯାଇଛ ହାଲୁଆ ଏକ୍ସପର୍ଟ। ଏବେ ତମକୁ ମୋ ଚିନିର କୌଣସି ଆବଶ୍ୟକତା ହିଁ ନାହିଁ। ନୀଲମ ପରୀର କଥା ଶୁଣି ରେଖା ବହୁତ ଖୁସି ହେଇଗଲା। ଆଉ ତାର ବଡ଼ଜା ସେଇଠି ରାଗିକି ତମ୍ ତମ୍ ହେଇ ସେଇ ଜାଗାରୁ ଚାଲିଗଲା। Thanks for watching.